ഗോഡ്, പണ്ടാരടങ്ങാനായിട്ട് ഒടുക്കത്തെ ട്രാഫിക്. ഇതിപ്പോ ഇങ്ങനെ പോയി ലേറ്റ് ആവുമല്ലോ. ഞാൻ എന്ത് ചെയ്യും? മനു, ഇവിടെ എപ്പോഴും ഇതുപോലെ നല്ല ട്രാഫിക് ഉണ്ടാവാറുണ്ടോ? ആടാ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ബട്ട് കാര്യമാക്കണ്ട, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്, അവര് നോക്കിക്കോളും. ഡി എങ്ങോട്ടാ ട്രിപ്പിൾസ് അടിച്ചിട്ടാ? വണ്ടി നിർത്തടി. ഇവരെന്താ പാവം പെൺകുട്ടികളെ ചെയ്യുന്നേ? മാം പ്ലീസ് മാം, ഒരു സീരിയസ് മാറ്റർ ആയതുകൊണ്ടാ. ഇതാ നോക്കടാ, കൈക്കൂലി വാങ്ങുന്നു. ഒന്നും പറയണ്ട, മക്കളെ 2000 രൂപ അടച്ചിട്ട് പോയേക്ക്. മാം പ്ലീസ് മാം, കയ്യിൽ ക്യാഷ് ഇല്ല. എന്താ അവിടെ പ്രശ്നം? കൈക്കൂലി വാങ്ങുന്നു. അവരുടെ സിറ്റുവേഷൻ കൂടി നോക്കാതെ അവര് പറയുന്നുണ്ടല്ലോ സീരിയസ് കാര്യമാണെന്ന്. ഇതൊക്കെ കൂടെ പോലീസിനോട് ഇനിമുതൽ വെറുപ്പ് വരാൻ കാരണം. ഋഷി, നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഇതവര് കൈക്കൂലി വാങ്ങടാ പെൺകുട്ടികളുടെ കയ്യിന്ന്. ഇത് ഇടപെടേണ്ടി വരും മോനെ. ശരിയാണല്ലോ, ഇടപെടണം. മതി ഡയലോഗ്. പൈസ അടയ്ക്കാൻ നോക്കണേ, എന്നിട്ടും മതി നിന്റെ. ഇവരെ ഇന്ന് ഞാൻ സാർ കൊടുത്തു. കൊടുക്ക്. എന്തൊടുത്തൂന്ന്? സാർ, ഇതാ പെൺകുട്ടി പബ്ലിക്കായിട്ട് ആ ലേഡി കോൺസ്റ്റബിളിനോട് ഒരെണ്ണം പൊട്ടിച്ചു. സീന് തന്നെ. പോലീസിന്റെ മേലെ കൈവയ്ക്കും. പോലീസിന്റെ മേലെ കൈവച്ച് എന്ത് സംഭവിക്കാന്ന് അറിയോ പൊന്നുമോൾക്ക്? എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാൻ പോണ്ട. മാഡം വേണമെങ്കിൽ കേസ് എടുക്ക്, ബാക്കി അപ്പ നോക്കിക്കോളാം. ഇവിടെ എന്താ നടന്നെന്ന് ഞാനും വന്ന് പറയാം. ഹേ, ഇവിടെ എന്താ പ്രശ്നം? സർ ഗുഡ് മോർണിംഗ് സർ. ഈ പെൺകുട്ടി പബ്ലിക്കായിട്ട് ഇന്ന് തല്ലി. പബ്ലിക്കായിട്ട് ഒരു പോലീസ് ഓഫീസറിന്റെ തല്ലാനുള്ള എന്ത് റൈറ്റ്സ് തനിക്കുള്ളത്? അതിനുള്ള ശിക്ഷ എന്തെന്ന് തനിക്കറിയുമോ? പോലീസിന് എന്ത് റൈറ്റ്സ് ഉള്ളത് പബ്ലിക്കിന്റെ അനാവശ്യത്തിന് കൈക്കൂലി വാങ്ങാൻ? ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം സത്യത്തിൽ ഇവിടെ എന്താ നടന്നതെന്ന്. അത് അറിഞ്ഞിട്ട് സാറിന് എന്നെ പിടിച്ച് ജയിലിലിരുന്നെങ്കിൽ അങ്ങ് ഇട്ടേക്ക്, ബാക്കി അപ്പം നോക്കാം. പോലീസ് എന്ന് പറയുന്ന വെച്ചാൽ പബ്ലിക്കിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഭരിക്കാനുള്ളതല്ല. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പ്രൊട്ടക്ട്. ഇതുപോലുള്ള ഓഫീസേഴ്സ് കാരനാ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിനെ കൂടെ ആൾക്കാർ കുറ്റം പറയുന്നത്. ഫസ്റ്റ് സാറ് പോയി സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വൃത്തിയായിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാക്കിക്കോളും എത്ര ആൾക്കാർ സിൻസിയർ, എത്ര ആൾക്കാർ ഇതുപോലെയെന്ന്. പിന്നെ മാഡത്തിന് എന്തായാലും ഗവൺമെന്റ് ശമ്പളം തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഈ പാവങ്ങളുടെ പൈസ കൂടി? നിന്നെ സ്റ്റോപ്പ് ഇറ്റ്. ഇയാള് ചെല്ലാൻ നോക്കോ? പിന്നെ ശ്വേത, ഇതിനുള്ള പണിഷ്മെന്റ് അത് തനിക്ക് എന്തായാലും കിട്ടിയിരിക്കും. സാർ അവളല്ലേ എന്നെ തല്ലി? ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് ഇത്ര നേരം ഞാൻ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. പാറു ചായ, പാറു ചായ. ഓ, രാവിലെ തന്നെ തുടങ്ങിക്കോളും. ഇനി ഒരു കാര്യത്തിൽ ചായയില് കൈവശം കൊടുത്തോ? ഇത് ഒരു ദിവസം എത്രാമത്തെ ചായ ഇങ്ങനെ കുടിക്കുന്നത്? ഇങ്ങനെ പോയി ചെറുപ്രായത്തിൽ തന്നെ ഞാൻ കൂടി നോക്കാൻ പോലും വയ്യ. അതാ വരുന്നു, കിടന്ന് കൂവണ്ട. ഒരു ചായ. ചായ കൊണ്ടുവന്നല്ലോ, താങ്ക്സ്. പിന്നെ ചായയിൽ മധുരം പോരാ. കലക്കിട്ട് ഇടുന്നുണ്ട് ഞാൻ. എന്റെ കുഞ്ഞു മഹിയേട്ടാ, ഒരു കാര്യം പറയണേ. ഞാൻ വന്നേ, എന്നെ ശേഖരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് പോണ്ടേ. എന്തായാലും ഋഷിമാൻ ഇപ്പൊന്നും വരില്ല. അവനോട് ഈ കാര്യമേ ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ വരുന്നതിന് മുന്നേ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരണ്ടേ? അതല്ലേ ഒരു മര്യാദ. നമുക്ക് എന്തായാലും നാളെ ഇറങ്ങിയാലോ ഇവിടെന്ന്? അവരെ വിളിച്ച് പറയാം. നമ്പർ എന്തായാലും എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് പറയാം. നാളെ നമ്മൾ വരുന്ന കാര്യം പറഞ്ഞാലോ? എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. പെൺകുട്ടി ഇപ്പൊ സ്ഥലത്തില്ലാന്നാ പറഞ്ഞേ. കുട്ടി ചെന്നൈയിൽ എവിടെയാന്നാ പറഞ്ഞേ. എന്തായാലും നമുക്ക് നാളെ പോയി അതൊക്കെ ഒന്ന് അന്വേഷിക്കാം. സ്ഥലം നമുക്ക് അറിയുന്നൊരു സ്ഥലമോ എന്തോ വഴി പറഞ്ഞു. ഞാൻ ഒന്ന് ശേഖരനെ ഒന്ന് വിളിക്കട്ടെ കേട്ടാ. നമുക്ക് എന്തായാലും നാളെ തന്നെ പോണം. ഇവിടെ ചായയും കുടിച്ചിരിക്കണ്ട, നാളെ പോണം. എന്റെ പൊന്നു പാറു, ഇങ്ങനെ ധൃതി കാണിക്കല്ലേ. നീ ആദ്യം അവനെ വിളിച്ച് കാര്യം പറ. അവന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പോരെ പോവലൊക്കെ.
ലാസ്റ്റ് നമ്മൾ പോയി കണ്ട എല്ലാം ഉറപ്പിച്ചും കൊണ്ട് പിന്നെ സമ്മതമല്ലാന്ന് എങ്ങാനും പറഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ഇതാവണ്ട. ആദ്യം അവനെ വിളിച്ച് ചോദിച്ച് സമ്മതമാണെന്നൊക്കെ അറിയാം. എന്നിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ അവന് സമ്മതമാണെങ്കിൽ അവൻ വരട്ടെ, എന്നിട്ട് അവന്റെ ഒപ്പം നമുക്ക് പോയി കാണാമല്ലോ. നിനക്ക് അതിന് മുന്നേ പോണെന്നാണെങ്കിൽ അവനെ വിളിച്ച് കാര്യം പറ. അവന് സമ്മതമാണെങ്കിൽ നമുക്ക് നേരത്തെ പോയി കണ്ടിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കുട്ടീനെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് വരാമല്ലോ. ഇതിപ്പോ അവനോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യല്ലേ നീ. അല്ലേലും നിങ്ങൾ അങ്ങനെയാ, എന്ത് പറഞ്ഞാലും മുടക്കം പറയാൻ വന്നോളും. എനിക്കൊന്നും അറിയണം, എനിക്ക് നാളെ പോയേ പറ്റൂ. എന്നെ നാളെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ചായ ഇല്ല. ഓ എന്റെ പൊന്നു വാറ, അങ്ങനെയൊന്നും പറയല്ലേ. ശരി, നിന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ അവരെ വിളിച്ചിട്ട് ലൊക്കേഷൻ കറക്റ്റായിട്ട് ചോദിക്കട്ടെ. നാളെ തന്നെ പോവാം. അവൻ എങ്ങാനും വന്ന് മുടക്കട്ടെ, ബാക്കി അപ്പനെ ഞാൻ തരാം നിനക്ക്. അത് കേട്ടാ മതി, അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ മഹേട്ട മുത്താണ് ഉമ്മ. ഓക്കെ, ഞാൻ എന്നാ അവരെ വിളിക്കട്ടെ എന്തായാലും. എന്റെ പൊന്നു പാറു, നീ റെഡി ആയോ? വാ പോവണ്ട. ഇത് എത്ര നേരമായി. അല്ലേലും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോ ഇതന്നെ അവസ്ഥ. 5 മിനിറ്റ് പറയാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. ആ ഞാൻ വന്നു. എന്റെ പൊന്നു മഹേട്ട, എന്തിനാ ഇങ്ങനെ കിടന്ന് കൂടേണ്ട ആവശ്യം? നിങ്ങളെ പോലെയല്ല ഞങ്ങൾ. ഒരു മുമ്പേ ഷർട്ടൂട്ട നിങ്ങളുടെ പണി തീർന്നു, എന്നിട്ട് കിടന്ന് ലേലം വിളിക്കാം പാറു പാറു പാറു. എന്നിട്ട് എനിക്കങ്ങനെയല്ല, പ്രത്യേകിച്ച് ഗേൾസിന് ആർക്കും അങ്ങനെയല്ല. എന്തൊക്കെ പണിയുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഇടാനുണ്ട്. ലിസ്റ്റ് എടുക്കാൻ നിന്ന് ഇപ്പോഴൊന്നും തീരില്ല, അത്ര സാധനങ്ങൾ ഇടണം. പിന്നെ റെഡി ആയിക്കഴിഞ്ഞ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഇത് ശരിയായോ, ഇതിന് മാച്ച് ഉണ്ടോ, ഈ മാല മതിയോ, അത് ഈ കമ്മല് മതിയോ, മാല വേണോ കമ്മല് വേണോ, അങ്ങനെ അങ്ങനെ എത്ര ടെൻഷൻ. ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ കഥ എന്താ ഇത്ര നേരം. പണിയുണ്ട്, അവിടെ വെറുതെ ഇരിക്കല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് റെഡിയാകുമ്പോ നല്ല സമയം എടുക്കും. ഓ നമിച്ചു തമ്പുരാട്ടി, ഒന്ന് വേഗം വാ, പോവാ. മഹേട്ട, ഇത് തന്നെയാണോ, ഉറപ്പല്ലേ? ആ പാറു, അവര് പറഞ്ഞു തന്ന ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ. തറവാടിന്റെ തിരുമുറ്റം, ഒരു മാമ്പൂ കാറ്റോടി വന്ന് തൊട്ടുലച്ച നിറവിളക്കിന്റെ തിരികൾ, കന്യകമാരുടെ ചുവടും പദവും രാക്കുളിരിനെയും കുളിർപ്പിക്കുന്ന മൺതരികളെ പൊന്നാക്കുന്ന ഈ തിരുവാതിര രാവിന്റെ ഓർമ്മ പോലും മധുരം മധുപരരസിതം. ദേ ലച്ചു, അവരെത്തി. ആ കിച്ചേട്ടാ, ഇതാ വരുന്നു. ഡാ മഹി, ഡാ കിച്ചു, ഇത് നിന്റെ വീടായിരുന്നോ? എത്ര വർഷമായിട്ട് എല്ലാവരും കണ്ടിട്ടൊന്ന്. സത്യത്തിൽ ഇതൊന്നേ സർപ്രൈസ് ആയി പോയി. അത് തന്നെ, എത്ര വർഷമായിടാ കണ്ടിട്ട്. എന്റെ പൊന്നി കിച്ചു, നീ ആകെപ്പാടെ മാറിപ്പോയല്ലോടാ. അയ്യോ, എനിക്കൊന്നും പറയാനില്ല. ലച്ചു, സുഖമല്ലേടി നിനക്ക്? ആ ഏട്ടാ, സുഖമായിരിക്കണം. ഏട്ടന് സുഖമല്ലേ? ഇത് പാറു, നിനക്ക് സുഖമല്ലേടി? അന്ന് ഒന്നും ഒരേപോലെ തന്നെ, വേൾഡ് വൈഡ് ബ്യൂട്ടി. എന്ത് ചെയ്യാന്, ഒന്ന് പോടി, സൗന്ദര്യം കുറച്ച് കൂടിപ്പേ. വയ്യ, നീ അന്നൊന്നും ഒരേപോലെ തന്നെ, കുറച്ചും കൂടി ഗ്ലാമർ വെച്ചു ഒരു ഡൗട്ട്. എന്തായാലും കണ്ടിട്ട് കുറെ വർഷമായില്ലേ, അതിന്റെ ഇതായിരിക്കും. എന്തായാലും സർപ്രൈസ് ആയിട്ടാ സത്യമായിട്ടും. അത് ശരിയാ. എന്തിനാ വെറുതെ എല്ലാരും വെളിയിൽ നിൽക്കുന്നേ? വാ, ഉള്ളിലോട്ട് വാ, കൊറേ സംസാരിക്കാനുണ്ട്. ഡാ മഹി, വാടാ, കൊറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിന്റെ അടുത്ത്. കൊറേ ആയല്ലോ കണ്ടിട്ട്. കാര്യമൊന്നും മനസ്സിലാവാത്ത ആൾക്കാർക്കായി വേണ്ടി നമ്മുടെ ലച്ചുവും പാറും അതുപോലെ തന്നെ നമ്മുടെ കിച്ചുവും മഹിയും സ്കൂൾ ടൈം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ്. കോളേജിലെത്തിയ ടൈമിലാണ് നമ്മുടെ മഹി പാറുവിനെയും കിച്ചു ലച്ചുവിനെയും കണ്ട് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അവർ റിലേഷനിലൊക്കെ ആയി. പിന്നെ ഈ ഗ്യാങ്ങിൽ, അവരുടെ ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ വേറെ 2 ആൾക്കാരോട് വരാനുണ്ട്. അവർ ഓൺ ദ വേ ആണ്, അവരെത്തുമ്പോൾ നമുക്ക് ബാക്കി പറയാം. പിന്നെ ഇവർ കുറേ വർഷമായിട്ട് കോളേജൊക്കെ കഴിഞ്ഞു, എല്ലാവരും വർക്കൊക്കെ ഇവർ മാരേജിനൊക്കെ ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ പാറു ഋഷീനെ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് ഇവർ ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഗ്യാങ്. അതിനുശേഷം ഇവരുടേതായ വർക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് ഇവർ പിരിഞ്ഞു. ഇവർ ഓരോ ആൾക്കാർ ഓരോ ഭാഗത്തോട്ട് പോയി.
അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് അവർ ഇന്ന് കാണുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഡി ലച്ചു, നീ അന്ന് വെച്ച അതേ കോഫിയുടെ ടേസ്റ്റ് തന്നെയാണല്ലോ ഇപ്പോഴും. നിന്റെ അന്നത്തെ കോഫിയുടെ ടേസ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഹാപ്പി. എല്ലാവരും വീണ്ടും കാണാൻ പറ്റുന്നേ വിചാരിച്ചതല്ല. അന്ന് ഋഷീനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലാണ് നിങ്ങളൊക്കെ പോയത്. പിന്നെ അതിനുശേഷം ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് വന്നത്. എന്തായാലും ഭയങ്കര ഇതായിട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് പക്ഷെ വീട് ഇത് കണ്ടപ്പോ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കിച്ചോട്ടനെ ഇവിടെ കണ്ടത് ഞാൻ ഭയങ്കര ഷോക്കായി. കിച്ചോട്ടന്റെ ബാക്കിൽ നീ വന്നോ? അയ്യോ, ടോട്ടൽ ഷോക്ക്. ആ പിന്നെ മഹി, നിനക്കൊരു കുഞ്ഞു സർപ്രൈസ് കൂടിയുണ്ട്. എന്തായാലും നീ വന്ന ദിവസങ്ങള ഒരു ചെറിയൊരു സർപ്രൈസ് ഓൺ ദ വേ ആണ്, ഇപ്പൊ എത്തും. ആ പറഞ്ഞു തീർന്നില്ല, എത്തിയല്ലോ ആള്. ആരാടാ? ആരാ വന്നേ? അതൊക്കെ ഉണ്ട് മോനെ, ആൾ ഉള്ളിക്ക് വരുമ്പോ നീ കണ്ടാ മതി. ഡാ, നീ വേഗം ഒന്ന് ഉള്ളിക്ക് വന്നേ, ഒരു സംഭവം ഉണ്ട്. ആടാ, ഒരു മിനിറ്റ്, ഈ ലഗേജ് ഒക്കെ ഒന്ന് എടുക്കട്ടെ, ഒരു മിനിറ്റ്. എന്താടാ, എന്താ നിന്റെ ഒരു സംഭവം? എന്താ കാര്യം പറ. എടാ ബാലു, ഡാ മഹി, ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ് മാൻ. എത്രയായി നിന്നെ കണ്ടിട്ട്? നിങ്ങളത് പണി കാണിച്ച് നിങ്ങളുടെ ഇല്ലേക്ക് കാത്തൊന്നും തൂക്കാതെ മതിയൊക്കെ തൂക്കിട്ട് പോക്കോ. എനിക്കൊന്ന് മൈദ എടുത്തിട്ട് വരാം, വേറെ എടുത്തിട്ട് വാ. ഡി ഐഷു, അന്ന് തന്നെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല അല്ലേ? ആ ഡി പാറു, മുത്തമിട്ട മൂച്ചുകാറ്റ് പട്ട് പട്ട് കെട്ടുപോനെ പക്കം വന്ന് നിൽക്കും പോത് തിട്ടമിട്ട് എട്ടിപ്പോനെ നെരുങ്ക. ഗൈസ്, ഞാനൊരു 2 പേർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ 2 പേരാണ് ഈ 2 പേർ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കിച്ചുവിന്റെ മാമന്റെ മോനാണ് ബാലു. അതായത് ഇവര് കസിൻസ് ആണ്. പിന്നെ ഐഷു, പാറു, ലച്ചു ഇവരൊക്കെ ചെറുപ്പം മുതലേ കോളേജ് മുതൽ അങ്ങനെയൊക്കെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു, ഇവരുടെ വിശേഷങ്ങളൊക്കെ പറയണം. അതിന്റെ ഇടയിലാണ് നമ്മുടെ മഹി ഇങ്ങനെ ഈ പെണ്ണാണുകളെ പറ്റി പറയുന്നത്. എന്തായാലും എനിക്ക് നേരത്തെ ഭയങ്കര സന്തോഷമുണ്ട്. പാറുന്റെ വീട്ടിലേക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് 100-ൽ 101 വട്ടം സമ്മതം എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും. എന്തിനാടി ടെൻഷൻ? നാളെ എനിക്കെന്റെ സ്വന്തം മോളറിഞ്ഞ് പൊന്നു പോലെ നോക്കിക്കോളാം. നീ എനിക്ക് അതിനിങ്ങോട്ടൊന്ന് തന്നാ മതി. എനിക്ക് ഫോട്ടോ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടടി. നിന്റെ അതേ കണ്ണാട്ടോ അവൾക്ക്, അത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എന്റെ മോള് നന്നായി ചെയ്തെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയത് ഫോട്ടോ കണ്ടപ്പോ തന്നെ. നീ എനിക്ക് ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. നീ വെറുതെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എപ്പോ അവളെ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാ പോരെ. നമുക്ക് വേഗം അങ്ങോട്ട് നടത്താട്ടോ. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ ഒട്ടും ക്ഷമയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. എന്തായാലും കുട്ടികളെ 2 പേരെയും വിളിച്ച് കാര്യം പറഞ്ഞ് അവർക്ക് 2 പേർക്കും എന്തായാലും സമ്മതമായിരിക്കും. നമ്മൾ പറഞ്ഞ കേൾക്കുമല്ലോ, എന്നാലും സമ്മതമായിരിക്കും. അങ്ങനെ നമുക്ക് വേഗം ഉടനെ നടത്തേണ്ടതാണ് നല്ലത്. എനിക്ക് എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കുട്ടിയായിട്ട് വൈകി. അതേടെ കിച്ചു, നമുക്കിത് കുട്ടികളോട് കാര്യം പറഞ്ഞിട്ടേ നമുക്ക് എന്തായാലും വേഗം നടത്താം. ഇനി തന്നെ നീട്ടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരെ പറയണേ? മഹേട്ട, തല എവിടെയും ഇടിച്ചോ? കിളി വല്ലതും പറന്നു പോയോ? അല്ല കിച്ചോട്ട ബാലുവേട്ട, നിങ്ങളിത് 2 പേരും കേൾക്കണം. ഇങ്ങോട്ട് വരുന്ന വരയ്ക്കും എന്റെ അടുത്ത് മഹിയേട്ട എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ? എന്റെ പൊന്നു പാറു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ. അവന്റെ സമ്മതമാണെങ്കിൽ മതി. ഇപ്പൊ തന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവൻ വന്ന് അവനോട് ചോദിച്ച് അവന്റെ സമ്മതം ആയിട്ട് നമുക്ക് പെണ്ണ് കാണാൻ പോയാ പോരെ. ഇപ്പൊ തന്നെ വീട് കാണാൻ എന്തിനാ പോകുന്നേ? ആരാ ചേന എന്തൊക്കെ പറഞ്ഞാളാ. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാന്ന് അറിഞ്ഞത് ഒന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിച്ച് തായോ എന്ന് പറയാൻ എനിക്ക് വലിയ എന്റെ മഹിയേട്ടന്റെ ഒരു കാര്യം. അതേടി പാറു, ഇവിടെ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഒറ്റ മോളല്ലേ, കുഞ്ഞല്ലേ അവളിപ്പൊ തന്നെ കെട്ടിച്ച് വിടണോ? നമുക്ക് എല്ലാം അന്വേഷിച്ചിട്ട് പോരെ? വേണോ വേണ്ടയോ? ആന ചേന എന്തൊക്കെ ആയിരുന്നു എന്നറിയോ? ഇപ്പൊ ഇരിക്കണം നോക്കിക്കേ 2 പേരും. ആ
മതി മതി, പാവം രണ്ടെണ്ണത്തിനെ അപമാനിച്ചങ്ങ് നിർത്തി പൊരിക്കുകയാണല്ലോ രണ്ടുപേരും. ഒന്ന് നിർത്തി, മതിയടി. ഇത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ള. ദേ ബാലേട്ട, ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉടനെ നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവള് കുഞ്ഞാന്ന് പറഞ്ഞ് കുഞ്ചിക്കുന്ന പരിപാടി നിർത്തിയേക്ക്. ഇനി വേഗം നന്ദുവിനും കൂടി ഒരു ചെക്കനെ കണ്ടെത്തി നമുക്കിത് അത് ഉടനെ നടത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് നടത്താലോ. അപ്പോ അതിന്റെ കാര്യങ്ങളും കൂടി എന്തായാലും ഒന്ന് വേഗം നോക്കണം കേട്ടോ. ഇനി അവള് കുഞ്ഞാന്ന് പറഞ്ഞ് കൊഞ്ചിക്കാൻ വരരുത്, ഇപ്പൊ തന്നെ പറഞ്ഞേക്കണേ. ഓ ശരി മാഡം, എന്തെങ്കിലും ചെയ്, ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. ബട്ട് എന്നാലും അവള് കുഞ്ഞല്ലേ, ഇപ്പൊ വേണോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലേ. നിങ്ങൾക്ക് മാത്രം അവളെ കുഞ്ഞ്. ആ പാറു, നീയല്ലേ നന്ദുമയുടെ ഫോട്ടോ ഉണ്ടോ ചോദിച്ചേ? ഞാൻ കാണിച്ചു തരാടി, ഇതാ വരുന്നു. ആ കാണിച്ചു തന്നെ, ഞാൻ നോക്കട്ടെ. ഞാൻ കണ്ടിട്ടേ ഇല്ല നന്ദുമോളെ, നീ വേഗം കാണിച്ചു തന്നെ. ഇതാണ് ഞങ്ങളുടെ മോള് നന്ദന ബാലഗോപാൽ, ഞങ്ങളുടെ നന്ദു. എവിടെ നോക്കട്ടെ. നല്ല ഐശ്വര്യമുള്ള മോള്. നിന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോടെ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നന്ദുമോളും മാളുവിൻ്റെ ഒപ്പം തന്നെ ചെന്നൈ തന്നെ വർക്ക് ചെയ്യണേ. അവര് ഒരുമിച്ച് ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യണേ. മാളുവിന് നന്ദുവിനെ പറ്റിയും ഭയങ്കര ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നന്ദുവിനും. അങ്ങനെ അതുകൊണ്ട് ഇവര് ലണ്ടനിലൊക്കെ പോയപ്പോൾ ഞാനാ പറഞ്ഞു അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് വേണ്ടി ചെന്നൈയിലോട്ട് ആക്കിയതാ. രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച്. അതിന്റെ പേരൊന്നും പറയാതിരിക്കണതാ ബെറ്റർ. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഈ അവസ്ഥയിൽ ഇവരെ കെട്ടിച്ചിട്ട് എന്താവോ എന്തോ, അതാലോചിക്കാ ഞാനിപ്പോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആരും ഒന്നും വിചാരിക്കല്ലേ. ഐഷു, എനിക്ക് തന്നൂടെ നന്ദുമോളെ? എനിക്ക് കണ്ടപ്പോ തന്നെ എൻ്റെ ആരോ മോന് നന്നായിട്ട് ചേരും തോന്നിയടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തരുമോ? ഞാൻ നോക്കിക്കോളാം പൊന്നു പോലെ. പ്ലീസ് ബാലുവേട്ട, ഒന്ന് തരുമോ? എന്തായാലും അവളെ കെട്ടിച്ചു കൊടുക്കാന്ന് കയറി. അപ്പോൾ അവളെ കെട്ടിക്കുന്നത് എൻ്റെ മോനായിക്കൂടെ? എനിക്ക് നന്ദുവിനെയും മാളുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നന്ദുവിനും മാളുവിനെ പിരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ രണ്ടുപേരും എന്നെ വീട്ടിക്കാനല്ലേ വരുന്നത്. എൻ്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് തരുമോ രണ്ടുപേരെയും? ഞാൻ ഫോഴ്സ് ചെയ്യല്ല, നിന്റെ അഭിപ്രായം പോലെ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ തന്നാൽ മതി യേശു, നിന്റെ ഇഷ്ടം പോലെ. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കായിരുന്നടി. നിന്റെ വീട്ടിൽ എനിക്ക് 100% സമ്മതോടെ എനിക്ക് എൻ്റെ മോളെ നിന്റെ ഏൽപ്പിക്കാൻ. എന്നാ പിന്നെ എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് മക്കളെ വിളിച്ച ഉടനെ കാര്യം പറഞ്ഞ് വേഗം നാട്ടിലോട്ട് വരാൻ പറയാം. അതല്ലേ നല്ലത്. ഇനി അധികം നീട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. ഹലോ ഡാ ഋഷി, നീ പറഞ്ഞ പ്ലേസിലോട്ട് ഞാൻ എത്താനായിട്ടോ. ഒരു 5 minutes. നീ അവിടെ ഒന്ന് നിന്നേ. താനെന്താടോ അവളെ കൊല്ലാൻ നോക്കണോ? എത്ര നോക്കിട്ടാടോ വണ്ടി ഓട്ടിക്കുന്നേ? തനിക്കെന്റെ കണ്ണില്ലേ? അയ്യോ എടാ, എന്തെങ്കിലും പറ്റിയോ? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? താനൊരു ഓഫീസറാണോ? ബെസ്റ്റ്. കയ്യില് ഫോൺ ഉണ്ടല്ലോ. തനിക്ക് റൂൾസ് ഒന്നും അറിയില്ലേ? ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ യൂസ് ചെയ്യോ? മനുഷ്യനെ കൊല്ലാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയേക്കാണോ താൻ? അതെ, താൻ എങ്ങോട്ടേ പറഞ്ഞേറി പോണേ? ഇത്ര നേരം ഓക്കെ പോട്ടെ പോട്ടെ ഞാൻ വിചാരിച്ചു. എന്റെ ഭാഗത്ത് മാത്രമല്ല മിസ്റ്റേക്ക്, തന്റെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്. ശരി, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, ഞാൻ സോറി പറഞ്ഞു. തനിക്ക് എന്താ കണ്ണില്ലേ? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ക്രോസ് ചെയ്യാൻ അറിയത്തില്ലേ? താൻ കൊള്ളാലോ. അതുകൊണ്ട് തെറ്റ് എന്റെ ഭാഗത്താക്കിയോ? ഞാൻ മര്യാദയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത്. താനാണ് ഇങ്ങോട്ട് ഫോണും വെച്ച് ഡ്രൈവ് ചെയ്ത് എന്നെ ഇങ്ങോട്ട് ഇടിക്കാൻ വന്നത്. അതിനുള്ള അത് എന്റെ ഭാഗത്തുള്ള തെറ്റാക്കിയോ താൻ? താൻ കൊള്ളാലോടോ. അതെ, മര്യാദക്ക് സംസാരിക്കണം. അതെ, താൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. അത്യാവശ്യത്തിനുള്ള മര്യാദ എന്റെ വീട്ടുകാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊട്ട് താൻ ബോധേടാവേണ്ട ആവശ്യമില്ല. ഹലോ പ്രിയ, എന്താടി? ആണോ? ഒരു 5 minutes, ഞാനിപ്പോ എത്തും. ഞാനിപ്പോ വന്നിട്ട് ചെയ്യാം. ഒരു 5 minutes.
ബാക്കിയും കൂടി പറയണമെന്ന് എനിക്ക് തന്നോട്. ബട്ട് എനിക്കൊരു അർജന്റ് മാറ്റർ ഉണ്ടായിപ്പോയി. എന്തായാലും പോട്ടേടോ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ. സ്മാർട്ടാണ്, ബട്ട് കുറച്ച് കൂടുതലാണെന്ന് മാത്രം.